ഒരു ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതിൽ ഇന്നിപ്പോൾ ഞാൻ ഒരു കാര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ നല്ല കട്ടിയുള്ള നമ്മുടെ ടവലൊക്കെ നമ്മളിങ്ങനെ ഹാങ് ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതിങ്ങനെ ചുരുണ്ട് പിടിച്ച് ഇത് ഉണങ്ങില്ല അല്ലേ. ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഉണങ്ങാനായിട്ട് ഒത്തിരി പാടല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഇതേപോലെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ടും കൂടി ഒന്നിങ്ങനെ കവർ ചെയ്ത് വെക്കുക. അതേപോലെ രണ്ട് സൈഡും ഇതേപോലെ ഇടണം കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ രണ്ട് സൈഡിലോട്ടും ഹാങ്ങറിലോട്ടും ഇങ്ങനെ കയറ്റിയിട്ട് നമ്മൾ ഹാങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അതേപോലെ നല്ല കറക്റ്റായിട്ട് അതിലേക്ക് ഇങ്ങനെ ആ ഒരു എയർ നല്ലോണം പോവുകയും അങ്ങനെ നല്ല രീതിയിൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ നമ്മൾ ഹാങ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ പുറത്താണ് തോരിയിടുന്നതെങ്കിൽ അത് നല്ല കാറ്റുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് താഴെ വീഴൂലേ. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ഹാങ്ങർ ഇതേപോലെ രണ്ട് ഹാങ്ങർ വെച്ചിട്ട് നിങ്ങളൊന്ന് തോരിയിട്ട് നോക്കൂ. ഇതേപോലെ തിരിച്ചു വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് താഴെ വീണ് പോവില്ല. നല്ല കാറ്റ് താടിയാലും അത് വീണ് പോവില്ല കേട്ടോ. അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്, ഇത് പുട്ട് വെക്കുന്ന പാത്രമാണ് കേട്ടോ. പുട്ടിന്റെ കുറ്റി ഇത് രണ്ടെണ്ണം വെക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഇത് ഇത്ര വലിയ പാത്രം. അപ്പൊ ഇത് കണ്ടോ, ഇങ്ങനെ പുട്ട് വെക്കുന്ന പാത്രത്തിലൊക്കെ ഇതേപോലെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ വെള്ളം ഇങ്ങനെ വറ്റിക്കഴിഞ്ഞ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരുമാതിരി ഉണ്ടാവും അല്ലേ. അപ്പൊ ഇങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഇത് ചെറിയൊരു പീസ് ലെമൺ അതിലോട്ടിട്ട് പിന്നെ വെള്ളം തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ടിന്റെ ഈ ഒരു പാത്രം ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കില്ല. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഈ ഒരു ലെമൺ ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമല്ലോ, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്, കുറച്ച് പുതിനയിലയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് എടുത്തിട്ട് നമ്മൾ കയ്യിലൊന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്നിങ്ങനെ അതിൻ്റെ ഒരു മണം വരാനായിട്ട് നമ്മൾ ഒന്നിങ്ങനെ മിക്സ് ചെയ്തൊന്ന് എടുക്കില്ലേ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതൊന്ന് എല്ലാതും ഇങ്ങനെ ചെയ്യണേ. അതിനുശേഷം നമ്മൾ ഇതൊരു കട്ടോറിയിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ലൊരു മണമായിരിക്കും. നമുക്കിപ്പോൾ എവിടെയാണോ ബാഡ് സ്മെല്ലൊക്കെ മാറാനായിട്ട് നമുക്കിത് എവിടെ വേണമെങ്കിലും വെക്കാം, കിച്ചണിൽ വേണമെങ്കിലും വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ബാത്റൂമിൽ വെച്ചാലും നമ്മൾ പിന്നീട് ആ ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് ഈ ഒരു പുതിനയുടെ നല്ലൊരു മണം വരും. അപ്പോൾ ബാഡ് സ്മെല്ലെല്ലാം മാറി കിട്ടാനായിട്ട് നമുക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിലും ഇങ്ങനെ, ഇപ്പോൾ പുതിനയല്ലേ നല്ലൊരു മണമല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കയ്യിലിട്ടിട്ട് ഒന്നിങ്ങനെ ചെയ്തിട്ട്, നമ്മുടെ വീട്ടിലിപ്പോൾ നിറയെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കട്ടോറിയിലാക്കിയിട്ട് ഒരു 1-2 ദിവസം കൂടുമ്പോൾ ഒന്നിങ്ങനെ വെച്ചാൽ മതി. നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ കപ്പയൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ വെള്ളം ഇല്ലേ, ആ ഒരു വെള്ളം നമ്മൾ അരിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കയ്പൊന്നും നമുക്ക് വരില്ല. അതേപോലെ തന്നെ എപ്പോഴും ഇത് ശരീരത്തിന് നല്ലതാണ്. ഒരു ആദ്യത്തെ വെള്ളം നമ്മൾ കളയുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ആ ഒരു ചില സമയത്ത് കയ്പുണ്ടായിരിക്കും. ഇനിയിപ്പോൾ കയ്പില്ലെങ്കിലും ആദ്യത്തെ ആ ഒരു വെള്ളം കളഞ്ഞ് നമ്മൾ എടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തൊരു കാര്യം നമുക്കിങ്ങനെ വാർത്തെടുക്കണം എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതിനകത്ത് ഈ വെള്ളം നമുക്ക് കളയണം. ഈ ഒരു ഇപ്പം നമ്മൾ എന്ത് കാര്യമാണെങ്കിലും കേട്ടോ, ഇതല്ല അരിയാവട്ടെ, എന്തൊരു കാര്യവും നമുക്ക് വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ പാത്രം വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു പിടിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഈസി വേ ഉണ്ട്. നമ്മൾ ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് എടുത്തതിന് ശേഷം നമ്മളിതാ ഈ അടപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മളിതൊന്ന് വാർത്തെടുത്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ അത് പോവാനായിട്ട് പറ്റും. വളരെ എളുപ്പത്തിൽ അത് താഴെ വീഴും. അത് നല്ല രീതിയിൽ താഴെ വേറെ സാധനങ്ങളൊന്നും താഴെ പോവാതെ തന്നെ നമുക്ക് എന്തൊരു കാര്യവും നമുക്ക് അരിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം ഈ ഒരു അടപ്പല്ല, വേറെ അടപ്പ് നമ്മൾ വെക്കുവാണെങ്കിൽ ശരി, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അരിച്ചെടുക്കുമ്പോൾ മുഴുവനും വെള്ളം പോകില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇതിന് ആ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വീണു പോകും. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്തൊരു കാര്യം നമ്മൾ വാർക്കുമ്പോഴും നമ്മൾ ഇതേപോലെ നല്ല ടൈറ്റുള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചാൽ മതി. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല രീതിയിൽ നമുക്ക് ആ വെള്ളം വാർന്ന് കിട്ടാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു. എന്നും നമ്മുടെ ചാനലിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു 7-8 ടിപ്സെങ്കിലും ഞാൻ ഒരു ദിവസം പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ ബൈ.